2011 ഇന്ത്യൻ ഗവൺമെന്റിന് മുമ്പിൽ ഒരു മനുഷ്യൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ മലനിരകളെ നിങ്ങൾ സംരക്ഷിച്ചില്ല എങ്കിൽ പ്രകൃതി പലിശ സഹിതം തിരിച്ചടിക്കും എന്നതായിരുന്നു ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആരും മുഖവിലക്കെടുത്തില്ല. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം പ്രകൃതി ദുരന്തങ്ങളും ഉരുൾപൊട്ടലും പ്രളയവും ഒക്കെ തുടക്കഥയായപ്പോൾ ആ പേര് നമ്മൾ പേടിയോടെ ഓർത്തു. മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തിന്റെ DNA വായിച്ചെടുത്ത അദ്ദേഹം ആരായിരുന്നു? പീപ്പിൾസ് ഇക്കോളജി എന്ന ആശയത്തിന്റെ വക്താവായിരുന്നു മാധവ് ഗാഡ്ഗിൽ. ലാബുകളിൽ നിന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങിയ ജനപക്ഷ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. കാടിന്റെ യഥാർത്ഥ ഉടമകൾ കാടിന്റെ മക്കൾ തന്നെയാണെന്നും കാടിന് പുറത്ത് മതിലുകെട്ടി മനുഷ്യനെ പുറത്താക്കുന്ന പഴഞ്ചൻ രീതിക്ക് ഇനിയൊരു അവസാനം വേണമെന്നും ഉറക്കെ പറഞ്ഞ വ്യക്തി കൂടിയാണ് അദ്ദേഹം. 2010 പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അധ്യക്ഷനായി മാധവ് ഗാഡ്ഗിൽ നിയമിതനാകുന്നത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉലയ്ക്കുന്നതായിരുന്നു. എന്തായിരുന്നു ശരിക്കും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്? എക്കോ സെൻസിറ്റീവ് സോൺ അഥവാ പരിസ്ഥിതി ലോല മേഖലകൾ. പശ്ചിമഘട്ടത്തെ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് അതിന്റെ 64% സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ആവശ്യമാണ് മാധവ് ഗാഡ്ഗിൽ ഉന്നയിച്ചത്. 1-ാം മേഖലയിൽ പുതിയ ഡാമുകളോ ക്വാറികളോ വൻകിട വികസനങ്ങളോ ഒന്നും തന്നെ പാടില്ല എന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. 2-3 മേഖലകളിൽ കൃഷിയും പരിമിത വികസനവും മാത്രമല്ല ഏതൊരു പദ്ധതിയും നടപ്പിലാകുന്നതിന് മുമ്പ് അവിടുത്തെ ഗ്രാമസഭയുടെ അനുമതി കൂടി തേടണം എന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. പരിസ്ഥിതി പ്രവർത്തകർക്ക് മുമ്പിൽ അദ്ദേഹം ഒരു പ്രവാചകനായി മാറിയപ്പോൾ മറ്റു ചിലർക്ക് മുമ്പിൽ അദ്ദേഹം ഒരു വികസന വിരോധിയായി മാറുകയായിരുന്നു. എന്നാൽ 2018 നടന്ന മഹാപ്രളയവും പുത്തുമലയിലും കവളപ്പാറയിലും ചൂരൽമലയിലും ഒക്കെ നടന്ന ഉരുൾപൊട്ടലുകളുമൊക്കെ മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ ശരിവെക്കുന്നതായിരുന്നു. അന്ന് നമ്മൾ ഒരു സത്യം മനസ്സിലാക്കി. മാധവ് ഗാഡ്ഗിലായിരുന്നു ശരി. ഇവയൊക്കെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണെന്നും മലകളെ നമ്മൾ മുറിച്ചാൽ അവ നമുക്കുമേൽ പതിക്കും എന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും നമ്മുടെ ചെവികളിൽ മുഴങ്ങി കേൾക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയും വികസനവും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നില്ല മാധവ് ഗാഡ്ഗിൽ ആഗ്രഹിച്ചത്. മറിച്ച് നാളത്തെ തലമുറയ്ക്ക് കൂടി ജീവിക്കാൻ അനുയോജ്യമായ ഒരു ഭൂമി വേണമെന്ന സ്വപ്നം മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഗാഡ്ഗിൽ റിപ്പോർട്ട് അന്ന് നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു? കമന്റ് ചെയ്യൂ.